വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ആസ്തറ്റിക് ആയിട്ടുള്ള ഒരു DIY ഡെസ്ക് ഡെക്കോർ ആട്ടോ ചെയ്യാൻ പോകുന്നത്. വളരെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇത്രയും അടിപൊളിയായിട്ടുള്ള ലാവൻഡർ ഫ്ലവറും അതിന് പറ്റിയൊരു പോട്ടും കൂടി ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് ദിവസം മുന്നേ ഞങ്ങളുടെ അടുത്തൊരു കാര്യം പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ മറ്റേ ലാവൻഡറിന്റെ ജേർണലിംഗ് ചെയ്ത സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്ലവർ ലാവൻഡർ ആണെന്ന്. ആ വീഡിയോന്റെ തന്നെ കമന്റിൽ കുറെ പേര് പറയുന്നുണ്ടായിരുന്നു അവർക്കും ലാവൻഡർ ഇഷ്ടമാണെന്ന്. അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് എന്തുകൊണ്ട് നമുക്ക് ലാവൻഡർ ഫ്ലവർ ഉണ്ടാക്കിക്കൂടാന്ന്. അങ്ങനെ ഫ്ലവർ ഉണ്ടാക്കി പകുതിയൊക്കെ എത്തിയ സമയത്താണ് എനിക്ക് ഓർമ്മ വന്നത്, ഫ്ലവർ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ, അതിനെവിടെയെങ്കിലും പിടിച്ച് നിർത്തണ്ടേ. അപ്പോൾ അത് വെക്കാൻ പറ്റുന്ന ഒരു പോട്ടും കൂടെ നമുക്ക് ഈ വീഡിയോയിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ആക്ച്വലി ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാന്നൊക്കെയായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് പ്ലാൻ പോട്ടും കൂടി സെറ്റ് ചെയ്യണമല്ലോ, അപ്പോൾ ലോങ് വീഡിയോ തന്നെയാണ് നല്ലതെന്ന് പിന്നെ തോന്നി. പിന്നെ നമ്മൾ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് അധിക സാധനങ്ങളൊന്നും ആവശ്യമില്ല. മെയിൻ ആയിട്ട് നമുക്ക് വേണ്ട ലാവൻഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കളർ പേപ്പേഴ്സ് ആണ്. അത് ലാവൻഡർ കളറോ അല്ലെങ്കിൽ വയലറ്റ് കളറോ പേപ്പർ ഉണ്ടെങ്കിൽ മതി. പിന്നെ ഗ്രീൻ കളർ പേപ്പറും വേണം. ഇനി കളർ പേപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾ പെയിന്റ് ചെയ്താലും മതി. ഇതല്ലാതെ നമുക്ക് ആവശ്യം വരുന്നത് എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. വെറും മൂന്ന് സാധനങ്ങൾ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെയൊക്കെ നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്ന ഗ്ലൂവും പെയിന്റ് ഒക്കെ തന്നെയാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. വെറും 1-2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു 4-5 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റാട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ കറക്റ്റ് ആയിട്ടൊന്ന് ചെയ്തു കൊടുത്താൽ മതി. പിന്നെ ഈ റോൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് അങ്ങ് അകലം വിട്ടിട്ട് റോൾ ചെയ്യണ്ട. ആവശ്യത്തിനുള്ള സ്പേസ് വിട്ടുകൊണ്ട് വേണം റോൾ ചെയ്യാൻ, ഇല്ലെങ്കിൽ ഭയങ്കര ബോറായി പോകും. ഭയങ്കരമായിട്ട് അടുപ്പിച്ചിട്ട് റോൾ ചെയ്താലും ഭയങ്കരമായിട്ട് വിട്ടിട്ട് റോൾ ചെയ്താലും ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ മീഡിയം ലെവലിൽ നിങ്ങൾ നോക്കിയിട്ടൊന്ന് റോൾ ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ലീഫും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലാവൻഡർ റെഡി. അപ്പം ഞാൻ ഇവിടെ ടോട്ടലായിട്ട് ഒരു 4 ലാവൻഡർ ഉണ്ടാക്കിയിട്ടുള്ളൂ. എനിക്ക് വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് എനിക്ക് അത്ര ക്ഷമ കിട്ടിയില്ല. പക്ഷേ നമ്മൾ പിന്നീട് ലാവൻഡറിന്റെ എണ്ണം കൂട്ടുന്നതായിരിക്കും കേട്ടോ. ഇതാ നോക്ക്, ഇങ്ങനെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നുന്നുണ്ട്. ഒറിജിനൽ ആണോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോകുന്നുണ്ട്. ഇനി നമുക്ക് പോട്ടിലും കൂടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ഭംഗി കൂടും എന്ന വിശ്വാസത്തോടെ ഞാൻ പോട്ട് ഉണ്ടാക്കാൻ പോവാണ്. ഇങ്ങനത്തെ ചെറിയ കുപ്പികളൊക്കെ നിങ്ങളെ വീട്ടിൽ ഇല്ലാണ്ടിരിക്കുമല്ലോ. അപ്പം ഞാൻ അങ്ങനത്തെ ഒരു കുപ്പി എടുത്ത് കുപ്പിയിലാദ്യം ഞാൻ വെച്ച് നോക്കി സംഭവം റെഡി ആവുമോന്നൊക്കെ. സംഭവം റെഡിയൊക്കെ തന്നെയാണ്. പക്ഷെ എനിക്ക് ആ മൂടീൻ്റെ ഭാഗത്തുള്ള ആ ഒരു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കി. അവിടെ സക്സസ്ഫുള്ളി കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ താഴത്തേക്ക് വെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാനിതാ എൻ്റെ അഹങ്കാരം എന്ന് പറയാലോ താഴെയും പോയി മുറിച്ചു കൊടുത്തു കേട്ടോ. ഞാൻ കരുതി കുപ്പി കൊളായിന്ന്, പക്ഷെ കുഴപ്പമില്ല, ഒരുവിധമൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി കുപ്പിക്ക് പെയിന്റ് അടിക്കലാണ്. ഞാൻ യൂസ് ചെയ്ത ആക്രിലിക് പെയിന്റ് ആണ്. വൈറ്റ് കളർ തന്നെ കൊടുക്കാൻ വിചാരിച്ചു. അധികം ഡിസൈൻസ് ഒന്നും ചെയ്ത് കൊളാക്കുന്നില്ല. നമുക്ക് സിമ്പിൾ ആൻഡ് ഹമ്പിൾ ഡിസൈൻ ഒക്കെ മതി. മാത്രമല്ല ആ ലെവൻഡറിന് ആ വൈറ്റ് പോട്ടായിരിക്കും കുറച്ചും കൂടി ഒന്ന് സൂട്ടാവുക. അപ്പം ഞാനൊരു സ്പോഞ്ച് എടുത്തിട്ട് നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു ബ്രഷ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ബ്രഷ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ബ്രഷിൻ്റെ ലൈൻസ് വരും. അതിനേക്കാളും ബെറ്റർ നമ്മൾ ഇതേപോലെ സ്പോഞ്ച് കൊണ്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല വൃത്തിയിൽ കിട്ടും. എല്ലാം ഒന്ന് ഉണങ്ങി സെറ്റായ സമയത്ത് ഞാൻ ലാവൻഡറിന് എടുത്ത് ആ പോട്ടിലൊന്ന് വെച്ച് നോക്കി. കിണറിൽ വീണ ലാവൻഡർ പോലെയായിരുന്നു. അപ്പം അതിൻ്റെ ഉള്ളിലൊന്ന് ഉയരം കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു പേപ്പർ കൂട്ടിയിട്ട് ഇതിൻ്റെ അകത്ത് കുത്തി തിരികി. എന്നിട്ട് ലാവൻഡർ വെച്ച് നോക്കിയപ്പോൾ ഹൈറ്റ് സെറ്റായിട്ടോ. അങ്ങനെ നമ്മൾ ആസ്തറ്റിക് ആയിട്ടുള്ള ലാവൻഡർ വിത്ത് പ്ലാന്റ് പോട്ട് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.